ഹായ് ഹലോ നമസ്കാരം മച്ചന്മാരെ വണക്കം. എന്നെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചിട്ട് കൊച്ചിന് കോയമ്പത്തൂരിൽ നിന്ന് വന്നപ്പോഴത്തേ മേടിച്ചോണ്ട് വന്ന ഡ്രസ്സാണ്. രാവിലെ തൊട്ട് പണിയാണ് ഗൈസ്, വീട്ടിലിടാനുള്ള ഡ്രസ്സ്. അതിന് എന്തിനാ അവിടെ നിർത്തുകൊണ്ട് ഇവിടെ വന്ന്? അത് പോട്ടെ, രാവിലെ തൊട്ട് പണിയാണ് ഗൈസ്. സംഭവം എന്ന് വെച്ചാല് നമ്മള് ഒരു വർഷമായിട്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സുന്ദര ഭവനം ഞങ്ങള് വിക്കേറ്റ് ചെയ്യാണ്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഇത് നല്ല ഈ വീടിൻ്റെ ആക്ച്വലി നമ്മളൊരു ഹോം ടൂർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വീടാണ്. നമ്മൾ വന്ന സമയത്ത് തൊട്ട് ഈ ഒരു വർഷം മുന്നേ അപ്പൊ അങ്ങനെ ഹോം ടൂർ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതുവരെയ്ക്കും എന്തായാലും സാധിച്ചിട്ടില്ല. അങ്ങനെ എന്നാ പിന്നെ ഇന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഹോം ടൂർ ചെയ്യാം. മൊത്തം വീട് വാരിപ്പിരിത്തിട്ടേക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഷിഫ്റ്റിങ്ങും പാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുവും ജോയും ഒക്കെ എത്തിയിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ജോ കണ്ട് വന്ന പോലത്തിൽ തന്നെ നിൽക്കുന്നില്ല, അത് ഇത് ബാഗ് പോലും താഴെ വെക്കുന്നില്ല ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴേ. അപ്പൊ നമുക്ക് ആദ്യം കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഹാള്. ഇത് നല്ലൊരു വീടാണ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വീട്. നമ്മളിതിന് മുമ്പ് നിന്ന് നികുഞ്ചങ് പാംഗ്രോ എന്ന് പറഞ്ഞിട്ട് ലുലുവിന് ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റിൽ നിന്നായിരുന്നു. അവിടെ വരുന്നതിന് മുന്നേ ആ സമയത്ത് നമ്മൾ അവിടുത്തെ വീട് നോക്കിയ കൂട്ടത്തിൽ നമ്മൾ നോക്കിയ വീടാണ്. പക്ഷെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഷിഫ്റ്റ് ആയ സമയത്ത് നമുക്ക് ഈ വീട്ട് പിന്നും വന്നപ്പോൾ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ പിന്നും ഇവിടെ എടുക്കുമായിരുന്നു. നല്ല രീതിയിൽ ചെയ്തേക്കുന്ന ഒരു വീടാണ്. ചെറിയ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കിച്ചണാണ്. കിച്ചൺ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതിൻ്റെ ഇവിടെ ഒരു ഹാള്, പിന്നെ പറഞ്ഞു ഇവിടെ ഒരു ഓഫീസ് സ്പേസ് ആണ്. അതൊരു സ്റ്റോർ റൂം പോലെ സംഭവമാണ് അവർ ചെയ്തിരുന്നത്. ഞാൻ പയ്യെ ഇവിടെ ഒരു ഓഫീസ് സ്പേസ് ആക്കി അങ്ങ് എടുത്തു. ഇതിനൊരു ഇത് ടേബിളും ഒക്കെ വാങ്ങിയിട്ടിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ എൻ്റെ മോണിറ്ററും ഒക്കെ വെച്ച് ഓഫീസ് സ്പേസ് സംഭവം എല്ലാം നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്കിങ് കാര്യങ്ങൾ നടക്കുവാണ്. അപ്പോൾ ചെറിയൊരു റൂം. ഇത് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 2.5 BHK ആണല്ലേ. ഇതിന് ഒരു അര ബെഡ്റൂമായിട്ട് കൂട്ടാമെന്ന്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ കാണുന്നത് ഒരു ഡൈനിങ് സ്പേസ്, ചെറിയൊരു ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ താമസത്തിന് വരുമ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. ഈ സോഫ എല്ലാം ഇവിടെ തന്നെ ഉള്ളതായിരുന്നു. ഈ ടേബിള്, ആ ഒരു TV സ്റ്റാൻഡ്, പിന്നെ പിന്നെ TV എല്ലാം നമ്മൾ ഇവിടെ ബാക്കി എന്ന് വെച്ചാൽ ഒരു ഫുൾ ഫർണിഷ്ഡ് അല്ലായിരുന്നു, എന്നാൽ ഒരു മുക്കാൽ ഫർണിഷ്ഡ് ആയിരുന്നു. ഹാഫ് ഫർണിഷ്ഡും അല്ല, സെമി ഫർണിഷ്ഡും അല്ല, പക്ഷെ മുക്കാൽ ഫർണിഷ്ഡ് ആയിരുന്നു. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാഷ് ബേസിനും അവിടെ ഒരു ബാൽക്കണി, വാഷ് ബേസിൻ അങ്ങനെ ഉണ്ട്. പിന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബെഡ്റൂം എന്നൊക്കെ കോലം കെട്ട് കിടക്കുള്ളൂ. അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ട. പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ പിന്നെ വാഷ്റൂം ഉണ്ട്. ഇങ്ങനെ ബെഡ്റൂം, പിന്നെ ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ചാൽ നാളെ ഹോം ക്ലയൻസ് നിന്ന് ഇവിടെ ക്ലീനിങ്ങിന് ആളുകൾ വരുന്നുണ്ട്. അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ബാത്റൂമും വീടും അടുക്കളയൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തായാലും ഈ വീട് നമ്മളൊന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. ഡീപ് ക്ലീൻ ആണ്, ഡീപ് ക്ലീൻ ചെയ്യിച്ചാണ് കൊടുക്കുന്നത്, ചെയ്യിച്ച് കൊടുക്കുന്നുണ്ട്. പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡീപ് ചെയ്തു. പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന വീട് നമ്മൾ ഡീപ് ക്ലീൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് താമസിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് പോകുന്നു. ഇത് ആ വീടിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടാണ്. ഒരു വീടിന്റെ മുകളിലത്തെ പോർഷനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. ഇത് ഫ്ലാറ്റ് അല്ല, ഇത് ഫ്ലാറ്റ് ആണ്. ഇത് ട്രിവാൻഡ്രത്ത് സംഗതിയുണ്ട്. ഇവിടെ വേറൊരു സംഗതി നമ്മളെ ഇവിടെ ഒരു നമ്മള് വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് സംഭവിക്കണേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റൊന്നുമല്ല. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബാൽക്കണി അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്ക് കുറച്ച് സമയത്ത് നമ്മളായിട്ട് തന്നെ പക്ഷെ എപ്പോഴും പ്രാവിന്റെ ശല്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്നല്ല, എല്ലാ ഇതിലും ഉണ്ട്. ഫ്ലാറ്റുകൾ എല്ലായിടത്തും ഉണ്ട്. അവരെല്ലാരും ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇല്ലാതെ യാത്രകൾ പോകുന്നതുകൊണ്ട് ഒരാഴ്ചക്കായിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് സമയത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഹോള് വന്നിട്ട് ഒരു പ്രാവ് എന്തായാലും അകത്ത് കയറി. ആ പ്രാവ് അകത്ത് കയറി ചെറിയൊരു കൂടൊക്കെ സെറ്റ് ചെയ്ത് ഒരു മുട്ടയൊക്കെ ഇട്ടു. ഏകദേശം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പോകുന്നതിന് മുമ്പേ അതായെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ക്ലീൻ ചെയ്തിട്ട് പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് ഓണറുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ആ ബാൽക്കണി ക്ലീൻ ചെയ്തില്ല, കാര്യം അവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും മുട്ട വിരിഞ്ഞു. ഇതേ കുഞ്ഞ് ഇരിക്കുന്നു. അമ്മക്കളി എവിടെ പോയേക്കുവാണ്, ഫുഡ് തേടി പോയേക്കുവാണ് അല്ലേ, കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബാൽക്കണിയിലോട്ട് ഇറങ്ങാറില്ല. സിയ ഡെയിലി വന്ന് ഇങ്ങനെ നോക്കും, എന്തായി ആശാൻ അങ്ങനെ ഇരിക്കുന്നു. പറക്കാനൊന്നും ആയിട്ട് ഒന്നേ വിരിഞ്ഞിട്ടുണ്ട് അല്ലേ.
അപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ക്ലീനിങ് ചെയ്യുന്നതിന് മുന്നേ അത് ഇച്ചിരി വലുതായാൽ നമ്മൾ അത് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാൽക്കണി അതേ കണക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ പോവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലീനാക്കി കൊടുത്തിട്ട് പോകും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാഷ്റൂം ഉണ്ട്. ഇവിടെ ഈ ബെഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ട്രിവാൻഡ്രത്ത് കുമാരപുരത്ത് പൂന്തി റോഡിൽ നികുഞ്ച ഓറിയന്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് ആണ്. അവിടെ 7th ഫ്ലോറിലാണ്. ഇത് ഇനിയിപ്പോൾ അവർ ഇനിയും റെന്റിന് കൊടുക്കുന്നുണ്ടോ, ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. എന്തായാലും ഞങ്ങൾ ക്ലീൻ ആക്കി ഇട്ടിട്ട് തന്നെയാണ് പോകണം. അപ്പോൾ ഉടനെ വന്ന് എടുത്താൽ അത് അഴുക്കാവുന്നതിന് മുമ്പ് താമസിച്ചു തുടങ്ങി. നല്ല ഫ്ലാറ്റാണ്, നല്ല ഫ്ലാറ്റാണ്, നല്ല ഇതായിട്ട്. നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അടുക്കളയാണ്. അടുക്കള ആക്ച്വലി ഇത് അസംബിൾ ചെയ്തെടുത്തേക്കുന്ന ഒരു സെറ്റൊക്കെയാണ് ഇവിടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് കാണിക്കും. വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണോ ഇതെടുക്കുന്നത്? നമ്മുടെ വീടല്ലേ, നമ്മൾ അതെ, ആ ഒരു സെറ്റപ്പാണ് മൊത്തത്തിൽ. ഇവരുടെ ഓണേഴ്സ് ഓസ്ട്രേലിയക്കാരാണ്. അപ്പോൾ അവർ അവിടെയാണ് അവർ സെറ്റിൽഡാണ്. അപ്പോൾ അവർ അവിടുത്തെ ഒരു സ്റ്റൈലിലൊക്കെ ചെയ്തേക്കുന്ന ഒരു കിച്ചണും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന ഇത് ഫ്രിഡ്ജാണ്. വെളിയിൽ നോക്കുമ്പോൾ അലിമാരെ പോലെ തോന്നും. ഫ്രിഡ്ജുണ്ട്, പിന്നെ അവനുണ്ട്, പിന്നെ ഇത് മൈക്രോവേവ് അവനുണ്ട്, പിന്നെ ഇതിൽ പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിനടിയിൽ എന്തോ അടി അത് ഫ്രീസർ, അത് ഫ്രീസർ, ഡീപ് ഫ്രീസർ. ഞാനൊന്നും കണ്ടിട്ടില്ല ഒരു വർഷം. പിന്നെ ഇവിടെ ഇതുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇത് മറ്റേ ഡിഷ് വാഷർ ഉണ്ട്. അങ്ങനെ സകലമായ സാധനങ്ങളും ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ. ഭയങ്കര നല്ല രീതിയിൽ ചെയ്തേക്കുന്ന ഒരു കിച്ചണാണ്. അത് നമ്മൾ ഇതും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് വാരിപ്പിരുത്തിട്ടേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല കുറച്ചുകൂടി ഡീസെന്റ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ വീഡിയോ കാണുമ്പോൾ പറയരുത് വാരിപ്പിരുത്തിട്ടേക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ നല്ല ഡീസെന്റ് ആയിട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ബാഗും പെട്ടിയും തുണിയും ഒക്കെ അതിനകത്ത് 2 ദിവസം മുന്നേ എത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇന്ന് അല്ല, നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഹോം ക്ലെൻസ് ആളുകൾ വരുന്നത്. അവർ വന്ന് ഇതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അതും കഴിഞ്ഞ് നമ്മൾ വീട് കുട്ടപ്പനായിട്ട് ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആളുകൾ വരുന്നതിലേക്ക് നമുക്ക് കിടക്കാം. ബൈ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ പുതിയ ആളുകളുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഹോം ക്ലെൻസിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മളിപ്പോൾ താമസിക്കാനായിട്ട് പോകുന്ന വീടും അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തന്നത്. ഇനിയിപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഹോം ക്ലെൻസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത്, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, എല്ലാം കൂടെ തൂത്ത് പറഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ വീട് ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്, അല്ലേ? അവിടെ ഇത്തിരി എളുപ്പ പണിയായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആളുകളുടെ എണ്ണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ആ ഒരു കണക്കിലാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ അതല്ല, ഇവിടെ കുറച്ച് ഇന്ന് പണി അല്ല. നമ്മളെ സംബന്ധിച്ച് ടൗണില് തിരുവനന്തപുരം ടൗൺ ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ദിവസം 3 വീട് വരെ ഒരേ ദിവസം ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ബെഡ്റൂം അനുസരിച്ച് ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്കറിയാലോ, ഒരു പരിധി വിട്ട് സാധനങ്ങൾ ഫ്ലാറ്റിൽ കയറില്ല. വീടാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കയറും. നമുക്ക് അവിടെ ഒരു പ്രാവിന്റെ ഒരു കൂടിരിപ്പുണ്ട്. അപ്പൊ അതെന്തെങ്കിലും നമുക്ക് ചെയ്തു തരണം. വേറെ ദിവസം വന്ന് ചെയ്തു തരാം. അല്ല നമുക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ ആ ബാൽക്കണിയാണുള്ളത്. അപ്പൊ അവിടെ പ്രാവ് ഒരു മുട്ടയിട്ട് അത് വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പം എന്നാൽ പിന്നെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അവരുടെ ക്ലീനിങ് പരിപാടികളായിട്ട് നടക്കുന്നു. ഞങ്ങളുടെ ബാക്കി ഷിഫ്റ്റിങ് കാര്യങ്ങൾ ചെയ്യാനുള്ളതും ചെയ്യുന്നു. അപ്പോൾ കമോൺ. അങ്ങനെ ഇപ്പം നമ്മുടെ പ്രാവിൻ്റെ കൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. തീരുമാനം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു, ഒരു കുഞ്ഞ് കുട്ടിയായിരുന്നു. സിയ അന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇല്ലായിരുന്നു. സിയക്ക് ആ കുഞ്ഞു കുട്ടിയെ കാണാൻ പറ്റി. പക്ഷെ ആ മുട്ട ഇനി വിരിയത്തില്ലായിരിക്കും. 2 എണ്ണം മുട്ടയിട്ടായിരുന്നു, പക്ഷെ ഒന്നേ വിരിഞ്ഞിട്ടുള്ളൂ. എന്തായാലും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് നോക്ക്. നമ്മുടെ ചേട്ടൻ നൈസിൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച് കാണിച്ച് സേഫായിട്ട് പുള്ളി എടുത്ത് ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിരിച്ച് അതിങ്ങനെ എനിക്കൊന്ന് ബോക്സിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി. നമ്മൾ മാറ്റാൻ നിൽക്കണ്ട ഇനിയിപ്പോൾ. അപ്പോൾ എന്തായാലും അനക്കണ്ട ഒരു കുഞ്ഞു കുട്ടി. നമുക്കൊരു സന്തോഷമല്ലേ? അത് നമുക്ക് പിന്നെ അപ്പോൾ എന്തായാലും സീക്കുട്ടി ഹാപ്പിയാണ്. ഒരു കുഞ്ഞു. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് വെച്ചേക്കുന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ഗിഫ്റ്റ് വന്ന ബോക്സാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ തണലിൽ അങ്ങനെ ഒരു പ്രാവിൻ്റെ കുഞ്ഞിന് പുതുജീവൻ. അതെ. അപ്പോൾ അങ്ങനെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടികൾ.
അല്ലേ? ഫുള്ള് ക്ലീൻ ആയെന്ന് ഇല്ല, തോന്നുന്നു. അതെ, ഓൾമോസ്റ്റ് എല്ലാം വർക്ക് കഴിഞ്ഞു. ഇപ്പൊ കബോർഡുകളെല്ലാം ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്ത് പോയിട്ട് റൂംസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഫ്ലോർ ഒന്ന് മോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സോഫ ഒന്ന് സ്റ്റീം ചെയ്യണം. ഇപ്പൊ നമ്മള് ഇട്ടിട്ടുണ്ട്. അത് കാർച്ചർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, ജർമ്മൻ മെഷീനാണ്. അപ്പൊ ഇതൊന്ന് സ്റ്റീം ചെയ്ത് നമുക്ക് ഫുൾ ഫ്രഷ് ആകും. അതുപോലെ തന്നെ സ്റ്റീം നമ്മൾ വണ്ടിയിലൊക്കെ ചേർന്ന് എഞ്ചിൻ റൂംസ് ഒക്കെ ചെയ്യുമല്ലോ. നമുക്കിപ്പോ ബാറ്ററി വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റീം വെള്ളം പ്രഷർ ചെയ്യാൻ പറ്റില്ല. അതിന് അതുപോലെ അപ്പോസ്റ്റ് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീമിംഗ് ആണ്. ഉള്ളിലുള്ള ബാക്ടീരിയ വൈറസുകളൊക്കെ സോഫാസാണ് മെയിൻ ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ബെഡൊക്കെ ഷാമ്പു വാഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന സോഫ കളർ ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിട്ട് സ്റ്റീം ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാം വൃത്തിയായി. അടുത്ത അവസാനം ഇതിപ്പോ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറില്ല പറയാം നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും അവിടെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടേക്കാണ്. അപ്പൊ എന്താ പിന്നെ നടക്കട്ടെ പരിപാടി?